നമസ്കാരം. വികസിത് ഭാരത് സങ്കല്പ് യാത്ര ഫെബ്രുവരിയോടുകൂടി വീണ്ടും ആരംഭിക്കുമെന്ന് അറിയിച്ചിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജനങ്ങൾ ഈ യാത്രയ്ക്ക് നൽകിയ സ്നേഹവും പിന്തുണയും ഒന്നുകൊണ്ട് മാത്രമാണ് ഇത് വീണ്ടും ആരംഭിക്കുന്നത് എന്നുകൂടി മോദി പ്രത്യേകമായി പറയുന്നുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ വർഷം നവംബർ 15-ാം തീയതിയോടെയായിരുന്നു ഈ വികസിത് ഭാരത് സങ്കല്പ് യാത്രയ്ക്ക് BJP തുടക്കം കുറിച്ചത്. 15 കോടിയിലധികം ആളുകളിലേക്ക് കേന്ദ്ര സർക്കാരിന്റെ വിവിധ പദ്ധതികൾ നേരിട്ടെത്തിക്കുന്നതിൽ ഈ വികസിത് ഭാരത് സങ്കല്പ് യാത്ര വഹിച്ച ഒരു പങ്ക് അത് ചെറുതായിരുന്നില്ല. ഓരോ പൗരനെയും വികസനത്തിന്റെ മുഖ്യധാരയിലേക്ക് എത്തിക്കുക എന്നതാണ് ഈ യാത്ര ലക്ഷ്യം വെക്കുന്നത്. അതിനോടൊപ്പം തന്നെ എല്ലാ പൗരന്മാർക്കും ആരോഗ്യവും അതിനോടൊപ്പം പോഷകാഹാരവും ഉറപ്പുവരുത്തുക, എല്ലാ കുടുംബങ്ങൾക്കും ഗ്യാസ് കണക്ഷൻ, വെള്ളം, വൈദ്യുതി, ടോയ്ലറ്റ് സൗകര്യങ്ങൾ എന്നിവ ഉറപ്പുവരുത്തുക, ഭവനരഹിതരായ പൗരന്മാർക്ക് ഭവനം ഉറപ്പാക്കുക തുടങ്ങി നിരവധി കാര്യങ്ങൾ ഈ യാത്രയിലൂടെ സാക്ഷാത്കരിക്കാനും BJPക്ക് സാധിച്ചിരുന്നു. എന്തായാലും കഴിഞ്ഞ 9 വർഷത്തിനിടയിൽ രാജ്യത്ത് പണികഴിപ്പിച്ച 70% വീടുകളും സ്ത്രീകളുടെ പേരിലാണ് എന്നതും എടുത്തു പറയേണ്ടതുണ്ട്. ഇത് സ്ത്രീ ശാക്തീകരണത്തിന്റെ, നാരീ ശക്തിയുടെ ഒരു മികച്ച ഉദാഹരണമായി തന്നെ മോദി എടുത്തു പറയുന്നു. ദരിദ്രർക്കായി സർക്കാർ അക്ഷീണം പ്രവർത്തിക്കുകയാണ്. കാലങ്ങളായി ട്രാൻസ്ജെൻഡർ സമൂഹം ഉൾപ്പെടെ നേരിട്ടിരുന്ന അവഗണനകൾക്ക് വലിയ തോതിൽ മാറ്റം ഉണ്ടാക്കാൻ മോദി ഭരണകൂടത്തിന് സാധിച്ചിട്ടുണ്ട്. അവരുടെ ജീവിതം കൂടുതൽ എളുപ്പമായത് മോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം മാത്രമാണ്. അതുകൊണ്ട് തന്നെയാണ് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് വീണ്ടും BJP വിവിധ പദ്ധതികൾ ജനങ്ങളിലേക്ക് വേഗത്തിൽ എത്തിക്കുന്നതിന് വേണ്ടി വികസിത് ഭാരത് സങ്കല്പ് യാത്ര പുനരാരംഭിക്കുന്നത്. അങ്ങനെ സങ്കല്പ് യാത്രയ്ക്ക് രഥമുരുളുന്നതോടുകൂടി BJP 3-ാം ഊഴം അരക്കിട്ടുറപ്പിക്കുക കൂടിയാണ് ചെയ്യുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.